31 ഒക്ടോബർ 1984 ഇന്ത്യയുടെ ഏക വനിതാ പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി തന്റെ വീട്ടിൽ നിന്നും ഓഫീസിലോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. ഒരു TV ഇന്റർവ്യൂയ്ക്ക് വേണ്ടി വൺ സഫ്തങ്കർ റോട്ടിലുള്ള തന്റെ വീട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള ഓഫീസിലോട്ട് നടക്കാനായിട്ട് ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ടു മുന്നേ തന്നെ തന്റെ മാനേജർ ഇന്ദിരാഗാന്ധിയോട് പറയുവാണ്, മാം പ്ലീസ് വിയർ ദിസ് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്. എന്നാൽ മാനേജറെ നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇന്ദിരാഗാന്ധി ആ ഒരു വെസ്റ്റ് വേണ്ടാന്ന് വെച്ചു. ശേഷം മീറ്ററുകൾ മാത്രം ദൂരെയുള്ള തന്റെ ഓഫീസിലോട്ട് സാധാരണ ഒരു ദിവസം പോലെ ഇന്ദിരാഗാന്ധിയും തന്റെ മാനേജർമാരും ചേർന്ന് നടക്കാനായിട്ട് തുടങ്ങി. പക്ഷേ അത് വെറും ഒരു സാധാരണ ദിവസമായിരുന്നില്ല. നടക്കാൻ തുടങ്ങിയ ഒരു 20 സെക്കൻഡുകൾക്ക് ശേഷം ഗേറ്റിൽ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി കാവലി നിന്ന 2 സെക്യൂരിറ്റിമാർ, ഇന്ദിരാഗാന്ധിയുമായി വർഷങ്ങളോളം പഴക്കമുള്ളവർ, ഇന്ദിരാഗാന്ധി കണ്ണടച്ച് വിശ്വസിച്ച ആ 2 സിഖ് സെക്യൂരിറ്റിമാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് .38 റിവോൾവർ ഗണ്ണും സബ്മിഷൻ ഗണ്ണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് നേരെ 32 ബുള്ളറ്റ് വെടിയുതിർക്കുകയായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം അതിലെ 31 ബുള്ളറ്റുകളും ഇന്ദിരാഗാന്ധിയുടെ ദേഹത്തോട്ട് തുളഞ്ഞു കയറുകയായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നതിന്റെ 16 മണിക്കൂർ മുന്നേ ഇന്ദിരാഗാന്ധി ഭുവനേശ്വറിൽ വെച്ച് നടന്ന ഒരു സ്പീച്ചിനിടയിൽ ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. ഇന്ദിരാഗാന്ധിക്ക് മുന്നേ തന്നെ അറിയായിരുന്നു ഷീ ഈസ് ഗോയിങ് ടു ഡൈ. താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അതിൽ നിന്നും പിന്മാറാതിരുന്നത്? തന്റെ വിശ്വസ്തരായിട്ടുള്ള സെക്യൂരിറ്റിമാരെ തന്നെ എന്തിനാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നത്? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇന്ത്യയുടെ അയൺ ലേഡി എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ ഫൈനൽ 24 അവേഴ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. 1984 ഒക്ടോബർ 30 ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന്റെ 24 മണിക്കൂർ മുമ്പ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുകയായിരുന്നു. അന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അതീവ സംഘർഷത്തിലുമായിരുന്നു. 4 മാസം മുന്നേ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം രാജ്യം മുഴുവൻ വലിയ സുരക്ഷാ ആശങ്കയിലായിരുന്നു. മാത്രമല്ല ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരുപാട് വധഭീഷണികളും വരാനായിട്ട് തുടങ്ങിയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഓരോ സെക്യൂരിറ്റീസും ഇന്ദിരാഗാന്ധിയുടെ എല്ലാ പൊതുപരിപാടികളും അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ സ്റ്റേജിലിരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് അതേക്കുറിച്ച് ഒരു ടെൻഷനും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രസംഗത്തിന്റെ അവസാന ഭാഗം എത്തിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ ഇന്ദിരാഗാന്ധി ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട്, എന്നാൽ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ഇന്ന് ഞാൻ മരിച്ചാലും എന്റെ രക്തത്തിന്റെ ഓരോ തുള്ളിയും ഈ രാജ്യത്തെ കൂടുതൽ ശക്തമാക്കും. ഇത് കേട്ട ഓരോ പ്രവർത്തകരും ഉറക്കെ കൈയടിച്ചു. പക്ഷെ അവർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു അടുത്ത 24 മണിക്കൂറുകൾക്കകം ഇന്ദിരാഗാന്ധിയുടെ ആ വാക്കുകൾ സത്യമാവാൻ പോവുകയാണെന്നുള്ളത്. ആ ഒരു പ്രസംഗത്തിന് ശേഷം ഇന്ദിരാഗാന്ധി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഡൽഹിയിലോട്ട് പോകാനായിട്ട് പുറപ്പെട്ടു. അതേസമയം 100 കിലോമീറ്ററുകൾക്കകലെ മറ്റൊരു പദ്ധതിയും തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ് ഈ പദ്ധതി തയ്യാറാക്കുന്നത്? എന്തിനാണ് അവർ ഇന്ദിരാഗാന്ധിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്? അതെന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ 1984 ജൂണിലോട്ട് പോകണം. 1984 പഞ്ചാബ്. അന്ന് പഞ്ചാബ് ഇന്ത്യയിലെ ഏറ്റവും അസ്ഥിരമായ ഒരു സംസ്ഥാനമായിരുന്നു. അന്ന് സിഖ് സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമായിട്ട് മാറണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം പുറപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിരുന്നു ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലെ. അയാളെ പിന്തുണയ്ക്കുന്നവർക്ക് അയാൾ ഒരു നേതാവും രക്ഷകനുമായിരുന്നു. എന്നാൽ ഇന്ത്യൻ സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ആയിരക്കണക്കിന് അനുയായിയുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് പഞ്ചാബിൽ അക്രമവും കൊലപാതകങ്ങളും ചെയ്യുന്ന ഒരു തീവ്രവാദിയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 1984 തുടക്കത്തിൽ ഭിന്ദ്രൻവാലയും തന്റെ ആയുധധാരികളായിട്ടുള്ള അനുയായികളും ചേർന്ന് അമൃത്സറിലെ സിഖ് വിഭാഗത്തിന്റെ ഏറ്റവും പുരാതന സ്ഥലമായിട്ടുള്ള സുവർണ ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് പതിയിരിക്കാൻ തുടങ്ങി. ഈ സുവർണ ക്ഷേത്രത്തിലോട്ട് ദിവസേന ആയിരക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ ഒരു വലിയ ചോദ്യം ഉയർന്നത്. ഭിന്ദ്രൻവാലയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പുരാതനമായിട്ടുള്ള സുവർണ ക്ഷേത്രത്തിലോട്ട് ഇന്ത്യൻ സൈനികരെ കടത്തിവിടണം. എന്നാൽ അങ്ങനെ ചെയ്താൽ സിഖ് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ഒരുപാട് കലാപങ്ങൾക്ക് തുടക്കം വയ്ക്കും. ഇനി ഇന്ദിരാഗാന്ധി കൃത്യസമയത്ത് നടപടികളൊന്നും എടുത്തില്ലെങ്കിൽ സുവർണ ക്ഷേത്രത്തിലോട്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഒരുപാട് സാധാരണ ജനങ്ങളുടെ ജീവൻ തന്നെ അത് ആപത്തായിരുന്നു. ആ ഒരു നിമിഷത്തിൽ ഇന്ദിരാഗാന്ധി മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു തീരുമാനം ഇന്ദിരാഗാന്ധി എടുത്തു. ദ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ജൂൺ 1 മുതൽ സംഘർഷം അതിശക്തമായി. ജൂൺ 3 സുവർണ ക്ഷേത്രത്തിന്റെ ചുറ്റും സൈനികർ വളഞ്ഞു. ജൂൺ 5 രാത്രി ഇന്ത്യൻ സൈനികർ സുവർണ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് പ്രവേശിച്ചു. നീണ്ട മണിക്കൂറുകളോളം ഇന്ത്യൻ സൈനികരും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. അവസാനം ജൂൺ 6 ഭിന്ദ്രൻവാല കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അവസാനിച്ചു. പക്ഷേ അതൊരു സൈനിക വിജയം മാത്രമായിരുന്നില്ല. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ആഴമുള്ള മുറിവുകളിൽ ഒന്നായിട്ട് മാറി. കാരണം ഈ ഒരു ഏറ്റുമുട്ടലിനിടെ തീവ്രവാദികളും സൈനികരും മാത്രമല്ല കൊല്ലപ്പെട്ടത്, സാധാരണക്കാരായിട്ടുള്ള അമ്പലത്തിലോട്ട് വന്ന തീർത്ഥാടകരും കൊല്ലപ്പെട്ടു. അതുമാത്രമല്ല ഈ ഒരു ഏറ്റുമുട്ടലിനിടെ സുവർണ ക്ഷേത്രത്തിലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. സർക്കാരിന് ഇത് വെറും ഒരു രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു. പക്ഷെ ലോകമൊട്ടാകെ ഉണ്ടായിരുന്ന സിഖ് മതക്കാർക്ക് അവരുടെ വിശുദ്ധമായിട്ടുള്ള ആരാധനാലയത്തിന് നേരെയുള്ള ആക്രമണമായിട്ടാണ് അവർ കണ്ടത്. ഈ ഒരു സംഭവത്തിന് ശേഷം ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ ഇന്ദിരാഗാന്ധി ഒരുപാട് വെറുക്കാനായിട്ടും ഇന്ദിരാഗാന്ധിക്ക് നേരെ ഒരുപാട് വധഭീഷണികളും വരാനായിട്ട് തുടങ്ങിയിരുന്നു.
ആയിരുന്നു. പ്രധാനമന്ത്രിക്ക് തുടർച്ചയായ വധഭീഷണികൾ വരാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസി ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ, അതായത് ഇന്ദിരാഗാന്ധിയുടെ എല്ലാ സെക്യൂരിറ്റിമാരായിട്ടുള്ള സിഖ് മത വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും താൽക്കാലികമായിട്ട് ജോലിയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന്. എന്നാൽ ഇന്ദിരാഗാന്ധി ഈ ഒരു നടപടിയോട് ഒട്ടും തന്നെ യോജിച്ചിരുന്നില്ല. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞത് ഒരു മതവിഭാഗത്തിലെ എല്ലാവരെയും നമുക്ക് സംശയത്തിന്റെ കണ്ണിലൂടെ കാണാൻ കഴിയില്ല എന്ന്. ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ടീമിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു ബിയോൺ സിംഗ്. ഒരുപാട് വർഷങ്ങളായി ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ടീമിൽ തുടർച്ചയായി വർക്ക് ചെയ്ത് വരുന്ന ഒരാളായിരുന്നു ബിയോൺ സിംഗ്. ഇന്ദിരാഗാന്ധിക്ക് ബിയോൺ സിംഗിനെ ഒരുപാട് നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധിയെ നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം ബിയോൺ സിംഗിന് തന്റെ മനസ്സിൽ കാര്യമായിട്ടൊരു മാറ്റം സംഭവിക്കുന്നത്. തന്റെ മതത്തിനെതിരെ പ്രവർത്തിച്ച ഇന്ദിരാഗാന്ധിയോട് പ്രതികാരം ചെയ്യണമെന്നായിരുന്നു ബിയോൺ സിംഗിന്റെ മനസ്സിൽ. ബിയോൺ സിംഗ് തന്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി ഇന്ദിരാഗാന്ധിയുടെ തന്നെ സെക്യൂരിറ്റി ടീമിലുണ്ടായിരുന്ന മറ്റൊരു സിഖ് വിഭാഗക്കാരനായിട്ടുള്ള സത്വത് സിംഗുമായിട്ട് പങ്കുവച്ചു. ഇരുവരും ചേർന്ന് ഇന്ദിരാഗാന്ധിയെ കൊല്ലാനായിട്ട് ഒരു തീയതി തീരുമാനിച്ചു. 1984 ഒക്ടോബർ 31. ആ ഒരു ദിവസം ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറിയെന്ന് ആരും തന്നെ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഒക്ടോബർ 31 കാലത്ത് സൂര്യൻ ഉദിച്ചു. അത് ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ അവസാന പ്രഭാതമായിരുന്നു. രാവിലെ ഏകദേശം 7 മണിയോടെ ഇന്ദിരാഗാന്ധി ഉറക്കമുണർന്നു. ആ ഒരു ദിവസവും പതിവ് പോലെ തന്നെയായിരുന്നു ആരംഭിച്ചിരുന്നത്. ഇന്ദിരാഗാന്ധി തന്റെ പത്രങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഇന്നത്തെ ഷെഡ്യൂളുകളെല്ലാം തന്നെ മനസ്സിലാക്കി. അന്നേ ദിവസം അവർക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നത് വിദേശ സുഹൃത്തിന് കൊടുക്കാനുള്ള ഒരു അഭിമുഖമാണ്. അന്നേ ദിവസം ഇന്ദിരാഗാന്ധി ധരിച്ചിരുന്നത് ഓറഞ്ച് നിറമുള്ള കറുത്ത ബോർഡർ വരുന്ന ഒരു സാരിയായിരുന്നു. രാവിലെ ഏകദേശം 9 മണിയോടെ തന്റെ വസതിയിൽ നിന്നും തൊട്ടടുത്തുള്ള തന്റെ ഓഫീസിലോട്ട് അഭിമുഖത്തിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഓഫീസിലോട്ട് ഒരുപാട് ദൂരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി നടന്നു പോകാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ വസതിയിൽ നിന്നും ഇറങ്ങുന്ന തൊട്ടു മുന്നേ ആയിട്ട് തന്റെ മാനേജർ പറയാണ്, മാം പ്ലീസ് വിയർ ദിസ് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്. എന്നാൽ ഇന്ദിരാഗാന്ധി ഒരു ചെറിയ പുഞ്ചിരിയോടെ അത് വേണ്ടെന്ന് വെച്ചു. തന്റെ കൂടെയുള്ള മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ചേർത്ത് തൊട്ടടുത്തുള്ള ഓഫീസിലോട്ട് നടക്കാനായിട്ട് ആരംഭിച്ചു. തന്റെ വീടിനെയും ഓഫീസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ വഴിയിലൂടെ ഇന്ദിരാഗാന്ധിയും ആ ഉദ്യോഗസ്ഥന്മാരെ നടക്കാനായിട്ട് തുടങ്ങി. ഓഫീസിന്റെ മുന്നിൽ ഒരു ചെറിയ ഗേറ്റ്, അതിന് മുന്നിലാണെങ്കിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഒരു വശത്ത് ബിയോൺ സിംഗ്, മറുവശത്ത് സത്വത് സിംഗ്. ഇരുവരും ഇന്ദിരാഗാന്ധിയുടെ വർഷങ്ങളായിട്ടുള്ള വിശ്വസ്തർ കൂടെയാണ്. ഗേറ്റിന് സമീപം അവരെ കണ്ടപ്പോൾ ഇന്ദിരാഗാന്ധി ചെറിയ പുഞ്ചിരിയോടെ നമസ്തേ എന്ന് പറഞ്ഞു. എന്നാൽ ബിയോൺ സിംഗ് തന്റെ കയ്യിലുണ്ടായിരുന്ന .38 റിവോൾവർ പുറത്തെടുത്തു. ബിയോൺ സിംഗ് തുടർച്ചയായി വെടിയുതിർത്തു. വെടിയേറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയും നിലത്തോട്ട് വീണു. അതിനുശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന സത്വത് സിംഗ് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റെർലിംഗ് സബ്മെഷീൻ ഗൺ ഉപയോഗിച്ച് തുടർച്ചയായി വെടിയുതിർക്കാനായിട്ട് തുടങ്ങി. ഓപ്പറേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം 31 വെടിയുണ്ടകളാണ് ഫയർ ചെയ്യപ്പെട്ടത്. അതിലെ 30 വെടിയുണ്ടകളും ഇന്ദിരാഗാന്ധിയുടെ ദേഹത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. വെടിയുതിർത്ത് കഴിഞ്ഞ ശേഷം തന്റെ ഗണ്ണുകൾ താഴെയിട്ട് ബിയോൺ സിംഗ് വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാമെന്ന്. ഈ ഒരു വെടിയൊച്ച കേട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റു സുരക്ഷാ ഓഫീസർമാർ സംഭവ സ്ഥലത്തോട്ട് ഓടിയെത്തുകയും വെടിയുതിർത്തുകൊണ്ട് ബിയോൺ സിംഗിനെ കൊല്ലുകയായിരുന്നു ചെയ്തത്. ആ ഒരു സമയത്തും ഇന്ദിരാഗാന്ധിക്ക് നേരിയ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന എയിംസ് ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് തന്നെ എത്തിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ ശസ്ത്രക്രിയ ആരംഭിച്ചെങ്കിലും 1984 ഒക്ടോബർ 31 ഉച്ചയോടെ ഇന്ദിരാഗാന്ധി എന്ന പെൺ പോരാളി മരണമടയുകയായിരുന്നു. ഈ ഒരു വാർത്ത വൈകിയാണെങ്കിലും പുറത്തറിഞ്ഞതോടെ ഇന്ത്യ ഒട്ടാകെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വീടുകളും കടകളും തീയിടാൻ തുടങ്ങി. നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് സിഖ് മതക്കാരെ ആക്രമിക്കപ്പെട്ടു. ഈ കലാപങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായതും വേദനാജനകമായും മാറി. അപ്പോഴാണ് സാധാരണക്കാരായിട്ടുള്ള ഓരോ ആൾക്കാരും 24 മണിക്കൂർ മുന്നേ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ച ആ ഒരു കാര്യം ഓർത്തത്. 1984 ഒക്ടോബർ 31 ഒരു പ്രധാനമന്ത്രിയുടെ വധത്തിന്റെ ദിവസം മാത്രമായിരുന്നില്ല, ഇന്ത്യ എന്ന ഒരു വലിയ മഹാരാജ്യം മുഴുവൻ ദുഃഖത്തിലും ആക്രമണത്തിലും മുങ്ങിയ ഒരു ദിവസം കൂടിയായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ ഇന്ത്യൻ അൺടോൾഡ് ഹിസ്റ്ററീസ് ഇഷ്ടമാണെങ്കിൽ, ഇതുപോലുള്ള കഥകളായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആൻഡ് അടുത്തത് എന്ത് സ്റ്റോറിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താലും ഞാൻ എന്തായാലും തന്നെ പരിഗണിക്കുന്നതാണ്.